can discuss about pharmacology of corticosteroidal hormone. It includes glucocorticoids and mineralocorticoids. Okay. So, this is regulation of release, actions, hormonal disorders, and drugs used in hormonal disorders of steroidal hormones and adrenal gland hormones. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. So, there are different glands in our body. Adrenal gland have two parts, cortex and medulla. Medulla will release adrenaline and noradrenaline, and cortex will release glucocorticoid, mineralocorticoids, and sex steroids like dehydroepiandrosterones. അപ്പോൾ ഈ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH എന്ന് പറയുന്ന ഹോർമോൺ, വിച്ച് ഈസ് സെക്രീറ്റഡ് ഫ്രം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. So this is the regulation of release of adrenal hormones. Adrenal hormones, especially adrenal cortex, will release glucocorticoids and mineralocorticoid hormones under the influence of adrenocorticotropic hormone, which is released from the anterior pituitary and which is under the control of hypothalamus by releasing corticotropin releasing factor. Okay. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അഡ്രീനൽ ഗ്ലാൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറൽ കോർട്ടിക്കോയിഡ്സിൻ്റെയും എഫക്റ്റ് വേണ്ട കണ്ടീഷൻ വരുന്ന സമയത്ത് ആവശ്യത്തിന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സും നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഹൈപ്പോതലാമസ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഫാക്ടർ റിലീസ് ചെയ്യും. അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ACTH റിലീസ് ചെയ്യും. അത് അഡ്രീനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സും റിലീസ് ചെയ്യും. ഇനി ആവശ്യത്തിന് ബോഡിയിൽ ഈ ഹോർമോൺസുകൾ എത്തിക്കഴിഞ്ഞാൽ ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പോതലാമസിനെയും ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഫർദർ CRFും ACTHും ഉണ്ടാവില്ല. അഡ്രീനൽ ഹോർമോൺസിൻ്റെ സെക്രീഷൻ പ്രിവെൻറ്റ് ചെയ്യും. ദിസ് ഈസ് ദ റെഗുലേഷൻ ഓഫ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡൽ ഹോർമോൺസ്. നോ, അഡ്രീനൽ ഹോർമോൺസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഹോർമോൺസുകൾ കൂടിയിട്ടുള്ളതാണ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതിന് അഡ്രീനൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അഡ്രീനൽ മെഡുല്ല എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അഡ്രീനൽ മെഡുല്ല എന്ന് പറയുന്നത് അഡ്രിനാലിനും നോറഡ്രിനാലിനും റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്രിനാലിനും നോറഡ്രിനാലിനും അതിൻ്റെ ആക്ഷൻസുകളും യൂസസുകളും ADRകളും മെക്കാനിസം ഓഫ് ആക്ഷൻസുകളൊക്കെ നമ്മൾ അഡ്രിനർജിക് ഡ്രഗ്സിൽ ആൽഫ അഡ്രിനർജിക് ഡ്രഗ്സിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒറ്റ കാര്യം ഇവിടെ പറയാനുള്ളൂ, അഡ്രിനാലിൻ വിൽ റിലീസ്ഡ് ഫ്രം അഡ്രീനൽ മെഡുല്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അഡ്രിനർജിക് ഡ്രഗ്സിലുള്ള അഡ്രിനാലിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ADRും യൂസസുകളും അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ആക്ഷൻസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. നൗ അഡ്രീനൽ കോർട്ടക്സ്, നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അഡ്രീനൽ കോർട്ടക്സ് ആണ്. അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിറോയിഡൽ ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഇലക്ട്രോലൈറ്റ് ലെവൽ, ഇമ്മ്യൂൺ റെസ്പോൺസസ്, റെഗുലേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ, ഇതൊക്കെയാണ് അഡ്രീനൽ കോർട്ടക്സ് നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അഡ്രീനൽ കോർട്ടക്സ് നിന്ന് റിലീസ് ചെയ്യുന്ന എല്ലാ ഹോർമോൺസിനും കൂടി പറയുന്ന പേരാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നതിൽ രണ്ട് ഹോർമോൺസുകളാണുള്ളത്. മിനറലോകോർട്ടിക്കോയിഡ്സും ഉണ്ട്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഉണ്ട്. നമ്മൾ പറഞ്ഞു കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടക്സ് നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. അത് രണ്ട് ടൈപ്പ് ഹോർമോൺസുകളുണ്ട്, മിനറലോകോർട്ടിക്കോയിഡ്സും ഉണ്ട്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്. പേര് പറയുന്ന പോലെ തന്നെ ഒന്ന് മിനറൽ റെഗുലേഷൻസുകൾ, അതായത് സോഡിയം വാട്ടർ റിറ്റൻഷനൊക്കെ ഉണ്ടാക്കുന്ന ആക്ഷനുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡൽ ഹോർമോൺസുകളാണ് മിനറലോകോർട്ടിക്കോയിഡ് സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോൺ. രണ്ടാമത്തേതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, അതായത് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം, ഗ്ലൂക്കോജനിക് എഫക്റ്റ്, എക്സസ് ആയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോകോർട്ടിസോൺ ആൻഡ് കോർട്ടിസോൺ ഒക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നോ
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഗുലേഷനാണ്. ഇപ്പോൾ പറഞ്ഞ സംഗതി തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് സംഗതികൾ നമ്മൾ നേരത്തെ പഠിച്ചതും കൂടി ഇതുമായിട്ട് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മളെ ബോഡിയിൽ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഹയർ സെൻറ്ററിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഹയർ സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യും. CNS അത് ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഹൈപ്പോതലാമസ് കോർട്ടിക്കോട്രോപ്പിംഗ് റിലീസിങ് ഹോർമോൺസുകൾ റിലീസ് ചെയ്യും. അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ACTHനെ റിലീസ് ചെയ്യും. ഈ ACTHനെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് അത് കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ, കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോർട്ടക്സ് എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആൾഡോസ്റ്റിറോൺസുകളും ഹൈഡ്രോകോർട്ടിസോൺസുകളും അതായത് മിനറലോകോർട്ടിക്കോയിഡ്സുകളും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെയും റിലീസ് ഉണ്ടാക്കും. അപ്പോൾ ഈ റിലീസ് ചെയ്യുന്ന ആൾഡോസ്റ്റിറോണിനുള്ള ഒരു പ്രത്യേകത നമ്മൾ ഡയൂററ്റിക്സ് പഠിച്ച സമയത്തും ആൻറ്റി ഹൈപ്പർടെൻസീവ് പഠിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആൾഡോസ്റ്റിറോണിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കിഡ്നിയിൽ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂളിൽ സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അതുപോലെ നമ്മളെ ബോഡിയിൽ ഹൈപ്പോവൊളീമിയ ആൻഡ് സോഡിയം ഡിപ്ലീഷൻ ഉണ്ടാകുന്ന സമയത്ത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡിയിൽ ബ്ലഡ് വോളിയം കുറയുമ്പോഴോ സോഡിയം ഡിപ്ലീഷൻ കുറയുന്ന സമയത്ത് കിഡ്നിയിലുള്ള ജസ്ട്രാഗ്ലോമെറുലാർ സെല്ല് റെനിനെ റിലീസ് ചെയ്യും. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും, 1നെ 2 ആക്കി മാറ്റും. ACE ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഈ ആൻജിയോടെൻസിൻ 2ന്റെ വേറൊരു ആക്ഷൻ ആയിരുന്നു അത് കോർട്ടക്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൾഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഹൈപ്പോവോളീമിയ ഉണ്ടാകുന്ന സമയത്തും ആൾഡോസ്റ്റിറോൺ സെക്രീഷൻ ഉണ്ടാവും, സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അത് ആ സമയത്തും അത് നമ്മളുടെ അഡ്രിനൽ മെഡുല്ലേനെ ആക്ടിവേറ്റ് ചെയ്ത് അഡ്രിനാലിൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അഡ്രിനാലിൻ വീണ്ടും ഹൈപ്പോതാലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇതേ ആക്ഷൻ വീണ്ടും ഉണ്ടാവുകയാണ്. ഓക്കെ, സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ഓൾറെഡി ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സുകളും റിലീസ് ചെയ്തു. ഇനി അഡ്രിനാലിൻ മെഡുല്ലേന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഈ അഡ്രിനാലിൻ തന്നെ വീണ്ടും ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്രിനാലിൻ ഷോർട്ട് ടേം സ്ട്രെസ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോങ് ടേം ആയിട്ടുള്ള സ്ട്രെസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണും കൂടിയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ലോങ് ടേം സ്ട്രെസ്സിൻ്റെ സമയത്ത് നമ്മളെ ബോഡിയിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന സംഗതികൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് നമ്മൾ അതിൻ്റെ ആക്ഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ എന്നുള്ളത്. സോ ദിസ് ഈസ് ദ സിന്തസിസ്. കൊളസ്ട്രോൾ എന്നാണ് ഈ പറയുന്ന മിനറലോകോർട്ടിക്കോയിഡ്സുകളായാലും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സുകളായാലും സിന്തസിസ് ചെയ്യുന്നത്. പ്രൊഗ്നലോൺ ആവുന്നുണ്ട്, ഇവിടെ ആൾഡോസ്റ്റിറോൺ ആവും, അതാണ് മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോകോർട്ടിസോണിനെയാണ് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കോർട്ടിക്കോസ്റ്റെറോയിഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഹോർമോൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സെക്സ് ഹോർമോൺ എന്ന് പറയുന്ന സാധനം. ആൻഡ്രോജൻസ് എന്ന് പറയുന്ന ടെസ്റ്റാസ്റ്റിറോൺ എന്നൊക്കെ പറയുന്നതും ഇതേ പാത്വേന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഡൈഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം. അതാണ് അഡ്രീനൽ കോർട്ടക്സ് എന്ന് റിലീസ് ചെയ്യുന്ന മൂന്നാമത്തെ ടൈപ്പ് ഹോർമോൺ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദ ആക്ഷൻ. ആദ്യം മിനറലോകോർട്ടിക്കോയിഡ്സ് എന്താണ്, അതിൻ്റെ ആക്ഷൻസ് എന്താണ് എന്ന് പറയാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് അല്ലെങ്കിൽ ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. മിനറലോകോർട്ടിക്കോയിഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ, വിച്ച് ഈസ് ടേക്കൻ ആസ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ഒരു ഡ്രഗാണ് നമ്മൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആക്ഷൻ? ദാറ്റ് വിൽ എൻഹാൻസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ഇൻ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂൾ ഇൻ കിഡ്നി ആൻഡ് ആൾസോ ദേ വിൽ ഇൻക്രീസസ് ദ പൊട്ടാസ്യം ആൻഡ് ഹൈഡ്രജൻ എക്സ്ക്രീഷൻ. അപ്പോൾ എന്തായിരിക്കും നമ്മളെ ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. സോഡിയം റീഅബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുക. എക്സ്ക്രീഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡിയിൽ ട്യൂബുലാർ ഫിൽട്രേഷൻ നടക്കും. ഇപ്പോൾ 100 ml ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 99 ml ബോഡിയിലോട്ട് തിരിച്ചെടുക്കും.
ആ തിരിച്ചെടുക്കുന്നത് എക്സ്ക്രീറ്റ് ആവുന്നില്ല. പിന്നെ ട്യൂബുലാർ സെക്രീഷൻ നടന്ന് കുറച്ച് സംഗതികൾ എക്സ്ക്രീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ റീഅബ്സോർപ്ഷൻ നടക്കുന്നതിനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് സോഡിയം എക്സ്ക്രീറ്റ് ആവുന്ന ആ ഒരു സ്റ്റെപ്പിനെ പ്രിവെൻറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറലോകോർട്ടിക്കോയിഡ്സിൻ്റെ ഹോർമോണൽ ഡിസോർഡർ 2 രീതിയിലാണ്. ഹൈപ്പോ ആൾഡോസ്റ്റിറോണിസം ഉണ്ടാവും, ഹൈപ്പർ ആൾഡോസ്റ്റിറോണിസം ഉണ്ടാവും. അപ്പോൾ ഹൈപ്പോ ആൾഡോസ്റ്റിറോണിസത്തിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഡെഫിഷ്യൻസി ഓഫ് ആൾഡോസ്റ്റിറോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഹൈപ്പോനാട്രീമിയ ഉണ്ടാവും. കാരണം ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. ആൾഡോസ്റ്റിറോൺ ഉണ്ടെങ്കിലേ റീഅബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ, ബോഡിയിൽ സോഡിയവും വാട്ടറും റീറ്റെയിൻ ചെയ്യുള്ളൂ. ഹൈപ്പോ ആൾഡോസ്റ്റിറോണിസം ആകുമ്പോൾ ഹൈപ്പോനാട്രീമിയ ഉണ്ടാവും. ദെൻ ഹൈപ്പർ കലീമിയ ഉണ്ടാവും. കാരണം എന്താണ്? ആൾഡോസ്റ്റിറോൺ ഉണ്ടെങ്കിലാണ് പൊട്ടാസ്യവും ഹൈഡ്രജനും എക്സ്ക്രീറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ കുറവുണ്ടെങ്കിൽ ബോഡിയിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടും ആൻഡ് അസിഡോസിസ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഹൈപ്പർ ആൾഡോണിസം ആണെങ്കിലോ പോസിറ്റീവ് പൊട്ടാസ്യം സോഡിയം ബാലൻസ് ഉണ്ടാവും, ഇൻക്രീസ്ഡ് പ്ലാസ്മ സോഡിയം, ഹൈപ്പോകലീമിയ ഉണ്ടാവും, ആൽക്കലോസിസ് ഉണ്ടാവും. സോ ദീസ് ആർ ദ 2 disorders of mineralocorticoid deficiency, hormonal deficiency and hypersecretion, hypoaldosteronism and hyperaldosteronism. Now if there is a deficiency, we can use its analogues. These are some examples of analogues. Mineralocorticoids ആയിട്ടുള്ള ആൾഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അനലോഗ്സുകളാണ് യൂസ് ചെയ്യുക. ഡെസോക്സി കോർട്ടിസോൺ അസറ്റേറ്റ്, ഫ്ലൂഡ്രോകോർട്ടിസോൺ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മിനറലോകോർട്ടിക്കോയിഡ്സ്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ഹൈപ്പോ ആൾഡോസ്റ്റിറോണിസം ഉണ്ടാവുന്ന സമയത്താണ്. ബോഡിയിൽ ആവശ്യത്തിന് ആൾഡോസ്റ്റിറോൺ സെക്രീഷൻസുകൾ ഉണ്ടാവാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യും. So there will be a deficiency of mineralocorticoids which will lead to hyponatremia, hyperkalemia and acidosis. Now coming to the adverse drug reaction. ഇനി ഈ പറയുന്ന മിനറലോകോർട്ടിക്കോയിഡ്സ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോഡിയിൽ കൂടുതൽ വാട്ടർ ആൻഡ് സോഡിയം റിട്ടൻഷൻ ഉണ്ടാവും. That will lead to edema and hypokalemia, alkalosis and progressive rise in BP. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ADR എന്ന് പറയുന്നത്. ഈ റൈസ് ഇൻ BP നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് മിനറലോകോർട്ടിക്കോയിഡ്സിൻ്റെ ആക്ഷൻസുകളുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്തിട്ട് മിനറലോകോർട്ടിക്കോയിഡ്സിന് പകരം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോ ആൾഡോസ്റ്റിറോണിസത്തിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Now coming to glucocorticoids. മിനറലോകോർട്ടിക്കോയിഡ്സിൻ്റെ ആക്ഷൻ നമ്മൾ പറഞ്ഞു ബോഡിയിൽ മിനറൽസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് കോർട്ടിക്കോസ്റ്റെറോയിഡൽ ഹോർമോൺ ആണ് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. കാർബോഹൈഡ്രേറ്റിൻ്റെ നോർമൽ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. They will stimulate gluconeogenesis. ഗ്ലൂക്കോസിൻ്റെ സിന്തസിസിനെ കൂട്ടും from non-carbohydrate metabolism, that is known as gluconeogenesis. They will promote glycogen deposition in liver. They will inhibit glucose utilization by peripheral tissue and increased glucose release from liver. All this action will lead to hyperglycemia. Okay, ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക. ഇത് എപ്പോഴാണ് കൂട്ടേണ്ടി വരിക? നമുക്ക് നോർമൽ കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ബോഡിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരിക. നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരും. ഗ്ലൂക്കോസ് എന്തിനാണ്? അത് എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് ATP ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആക്ഷൻ, ഓടാനോ ചാടാനോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന സംഗതികൾക്കൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടാവണം. ഗ്ലൂക്കോസിനെ നമുക്ക് ക്രെബ് സൈക്കിളും മറ്റേ സൈക്കിൾസുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ATP സിന്തസിസ് ഉണ്ടാവുന്നതെന്നൊക്കെ ബയോകെമിസ്ട്രിയിൽ. അപ്പോൾ അതിന് വേണ്ട ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്ലൂക്കോകോർട്ടിക്കോസിൻ്റെ ഫസ്റ്റത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൈപ്പിഡ് മെറ്റബോളിസം ആണ് രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. ദേ വിൽ പ്രൊമോട്ട് ലൈപ്പോലൈസിസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ഫ്രം നെക്ക് ആൻഡ് ഷോൾഡർ. ഇത് നോർമലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ട ഒരു എൻസൈമാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡെഫിഷ്യൻസി നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആയിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ക്യുഷിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഹോർമോണിൻ്റെ അനലോഗ്സുകൾ.
അപ്പോൾ ഇത് എക്സസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ക്വിഷൻ സിൻഡ്രോം, മൂൺ ഫേസ്, ഫിഷ് മൗത്ത്, ബഫലോ ഹം എന്ന് പറയുന്ന പോലെയുള്ള കണ്ടീഷൻ. അതായത് ഉടമ്പിന് താഴോട്ട് നോർമലായിരിക്കും, ഓക്കെ, പക്ഷേ കഴുത്തിന് മുകളിലോട്ട് ആളാകെ വീർത്തിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ ക്വിഷൻ സിൻഡ്രോം. ദെൻ പ്രോട്ടീൻ മെറ്റബോളിസം. It will cause breakdown of protein, amino acid, mobilization from the peripheral tissue. So it may lead to muscle wasting and lympholysis. Muscle wasting ഉണ്ടാക്കുക എന്നുള്ളതാണ് എക്സസ് ആയിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സുകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. Now electrolyte and water metabolism. They will enhances the secretory activity of renal tubule. They will increases the protein excretion. That is the effect of glucocorticoids in electrolyte and water metabolism. In cardiovascular system, restrict the capillary permeability, maintain the tone of arteriola and myocardial contractility. If you are applying glucocorticoids topically, it may cause cutaneous vasoconstriction, and chronic administration may cause hypertension and congestive heart failure. So, hypertension, അതായത് restrict capillary permeability, and they will constrict the cutaneous vessels. ഇതൊക്കെ ലീഡ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനിലോട്ടും കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിലോട്ടും ആയിരിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദ ആക്ഷൻ. സ്കെൽട്ടൽ മസിൽസിലാണെന്നുണ്ടെങ്കിൽ hypocortism will diminish the working capacity and it will produce weakness. Glucocorticosteroidsന്റെ ഹൈപ്പോസെക്രീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡിമിനിഷ്ഡ് വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും സ്കെൽട്ടൽ മസിൽസിൽ. എക്സസ് മിനറലോകോർട്ടിക്കോയിഡ്സ് ആണെന്നുണ്ടെങ്കിലും ഹൈപ്പോകലീമിയന്റെ ഭാഗമായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടാവും. എക്സസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനോടുള്ള ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മസിൽ വേസ്റ്റനിങ്, മയോപ്പതി ഉണ്ടായിട്ട് വീക്ക്നെസ് ഉണ്ടാക്കും. ഓക്കെ, സോ ദാറ്റ്സ് ആക്ഷൻ. ഇൻ CNS മൈൽഡ് യൂഫോറിയ, ഫീലിംഗ് ഓഫ് വെൽ ബീയിങ് ഉണ്ടാക്കുമെന്നുള്ളതാണ് യൂഫോറിയ എന്ന് പറയുന്നത്. Then in GIT, it will increases the gastric acid secretion and pepsin, that will lead to peptic ulcer. Okay, so that is another action, glucocorticoid. They will increases the gastric acid secretion and pepsin, that will lead to peptic ulcer. Now in calcium metabolism, they will reduce the absorption of calcium and they will increases the excretion of calcium. ബോഡിയിൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറക്കും, ബ്ലഡിലോട്ട് അബ്സോർപ്ഷൻ കുറക്കും, ഉള്ള ബ്ലഡിൽ ഉള്ള കാൽസ്യത്തിൻ്റെ എക്സ്ക്രീഷനെ കൂട്ടുകയും ചെയ്യും. സോ ദാറ്റ് വിൽ ലീഡ് ടു ഹൈപ്പോകലീമിയ. അതുകൊണ്ടാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഓസ്റ്റിയോപോറോസിസും സ്പോഞ്ചി ബോൺസുകളൊക്കെ ഉണ്ടാവുന്നത്. ബോണിൽ നിന്നുള്ള കാൽസ്യത്തിനെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ക്രീഷനെ കൂട്ടുന്നൊക്കെ ഉള്ളതുകൊണ്ട് സ്പോഞ്ചി ബോൺസുകളൊക്കെ ഉണ്ടാവും. In blood vessel and lymphatic system, they will increases the number of RBC, platelet, neutrophil in circulation. They will decreases lymphocyte, eosinophils and basophils. They will enhances the rate of destruction of lymphoid cell. And also they will suppress all the sensitization and allergic phenomena. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്തും റിലീസ് ചെയ്യുന്നൊരു ഹോർമോണും കൂടിയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന സാധനം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിറോയിഡൽ ഹോർമോൺസ് എന്ന് പറയുന്ന ഈ ഹോർമോൺസുകൾ. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഉണ്ടായത് കൊണ്ടാണ് ഇതിൻ്റെ അനലോഗ്സുകൾ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദേ വിൽ സപ്രസ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ ആൾസോ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്, സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോസിൻ്റെ അനലോഗ്സുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ടും കൂടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഷോർട്ട് ആക്ടിംഗ് ഹൈഡ്രോകോർട്ടിസോൺ ഓർ കോർട്ടിസോൾ, ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് പ്രെഡ്നിസലോൾ, മീഥൈൽ പ്രെഡ്നിസലോൺ, ട്രയാംസിനോൾ, ഡെഫ്ലാസാകോട്ട്, ലോങ് ആക്ടിംഗ് ബീറ്റാമെത്തസോൺ, ഡെക്സാമെത്തസോൺ, ബെക്ലാസോമെത്തസോൺ, ബുഡിനോസൈഡ്, ഫ്ലൂട്ടിക്കസോൺസ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഡ്രഗ്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് അവിടെ നിൽക്കട്ടെ, ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രെഡ്നിസലോൺ, മീഥൈൽ പ്രെഡ്നിസലോൺ സാധാരണ ആസ്മ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷന് വേണ്ടിയിട്ട്. ഡെഫ്ലാസാകോട്ട് അനദർ ആൻറ്റി ഇൻഫ്ലമേറ്ററി കോർട്ടിക്കോസ്റ്റെറോയിഡൽ ഡ്രഗാണ്. ഹൈഡ്രോകോർട്ടിസോൺ IV ആയിട്ട് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി
കോർട്ടിക്കോസ്റ്റിറോയിഡൽ ഡ്രഗാണ്. ബെക്ലാസോമെത്തസോൺ, ബീറ്റാമെത്തസോൺ ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ ഇൻഹലേഷൻ ആയിട്ടുള്ള ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ ആസ്മയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡ്രഗ്സ് കൂടിയാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. So this is the classification. There are some topical steroids. നമ്മൾ അലർജിക്കും ചൊറിച്ചിലിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല ഡ്രഗ്സിലും കോസ്ഫേറ്റ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് നെയിമിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പല ഓയിൽമെൻറ്റ്സിലൊക്കെ ഉള്ള സാധനമാണ് ബെക്ലാസാമെത്തസോൺ, ബീറ്റാമെത്തസോൺ, ഇങ്ങനെ ക്ലോബാസെറ്റോൾ, പ്രൊപ്പിയോണേറ്റ്, ഡെക്സാമെത്തസോൺ സോഡിയം, ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ അതിൻ്റെ ആക്ഷൻ അനുസരിച്ച് പൊട്ടൻ്റ്, മോഡറേറ്റ് പൊട്ടൻ്റ്, മൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ കമ്മിങ് ടു ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമായിട്ട് പല സമയത്തും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ്സിൻ്റെ ADR എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളണമെന്നില്ല. വാട്ട് ഈസ് ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഓഫ് ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ്സും മിനറലോകോർട്ടിക്കോസ്റ്റിറോയിഡ്സും കൂടി കൂടിയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ അനലോഗ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് കോർട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസും ഇൻക്ലൂഡഡ് ആണ്. ആ ഹോർമോൺസിൻ്റെ സിന്തറ്റിക് ആയിട്ടുള്ള സിന്തറ്റിക് അനലോഗ്സുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിനെ നമുക്ക് ഒരുമിച്ച് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്നാണ് വിളിക്കുക. അത് ഇൻഹലേഷൻ ആയിട്ടും ടാബ്ലറ്റ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ഗ്ലൈസീമിയ. ബോഡിയിൽ സ്റ്റിറോയിഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. സെക്കൻഡ് വൺ ഈസ് ക്വിഷൻ ഹാബിറ്റ്. ലൈപ്പിഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് റൗണ്ട് ഫേസ്, നാരോ മൗത്ത്, സുപ്രാ ക്ലാവിക്കുലാർ ഹം, ഒബീസിറ്റി ഓഫ് ട്രങ്ക് വിത്ത് റിലേറ്റീവ്ലി തിൻ ലിംബ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കയ്യും കാലും ഒന്നും തടി വെക്കൂല, ബാക്കിയുള്ള ഭാഗം മാത്രം തടി വെക്കുക എന്നുള്ളതാണ് സംഗതി ഉണ്ടാവുക. നമുക്ക് പുറത്തേക്ക് കാണുന്നതുകൊണ്ട്. ഇതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് സാധാരണ സ്റ്റിറോയിഡൽ ഡ്രഗ്, ആസ്മ പേഷ്യൻസ് സ്റ്റിറോയിഡൽ ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോഴൊക്കെ അവർ പെട്ടെന്ന് ഇങ്ങനെ തടിച്ചു വരുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈപ്പിഡിലുണ്ടാവുന്ന പ്രോബ്ലം കൊണ്ടാണ് ക്വിഷൻ ഹാബിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. ദെൻ പെപ്റ്റിക് അൾസറേഷൻ. പ്രൊലോങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് GI ട്രാക്റ്റിൽ അസിഡിറ്റി കൂടുകയും അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സിന്തസിസ് കുറയുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പെപ്റ്റിക് അൾസറേഷൻ ഉണ്ടാകും. ദെൻ സോഡിയം വാട്ടർ റിറ്റൻഷൻ. ബോഡിയിൽ കൂടുതൽ വാട്ടറും സോഡിയം റിട്ടേൺ ചെയ്യും, മേ ലീഡ്സ് ടു ഹൈപ്പർ ടെൻഷൻ. ദെൻ ഹൈപ്പോകലീമിയ. ബോഡിയിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കുറയും, സോ ഇറ്റ് വിൽ ലീഡ്സ് ടു മസിൽ വീക്ക്നെസ്, ഫ്ലാപ്പി മസിൽസുകളൊക്കെ ആയിട്ട് മാറും. ദെൻ ഹൈപ്പോകാൽസീമിയ. ബോഡിയിൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയും, സോ ഇറ്റ് മേ ലീഡ്സ് ടു ഓസ്റ്റിയോപൊറോസിസ്. അതുകൊണ്ടാണ് സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാർ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൺ പൊട്ടാനൊക്കെ ഉള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പോകലീമിയ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ദെൻ ലോങ് ടേം യൂസ് ഓഫ് സ്റ്റിറോയിഡ് മേ കോസ് മയോപ്പതി. മസിൽ വീക്ക്നെസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. രണ്ട് കാര്യം കൊണ്ട് മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു. ഹൈപ്പോകലീമിയ ഉണ്ടാകുന്നത് കൊണ്ടും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ മയോപ്പതി മസിലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് കൊണ്ടും ഈ മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഫ്രെജൈൽ സ്കിൻ ആൻഡ് പർപ്പിൾ സ്ട്രേറ്റ. സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഡെക്സാമെത്തസോൺ, ബീറ്റാമെത്തസോൺ എന്ന് പറയുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാക്കും. ചിൽഡ്രൻസിൽ കൊടുക്കുന്ന സമയത്ത് ഗ്രോത്ത് റിട്ടാർഡേഷൻസുകൾ ഉണ്ടാക്കും. ദെൻ സിൻസ് ദിസ് ഈസ് ആൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്നൊക്കെ പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. അപ്പോൾ ഇൻഫ്ലമേഷനെ നമ്മളെ ഒക്കെ സപ്രസ് ചെയ്യും, ഇമ്മ്യൂണിറ്റിനെയൊക്കെ സപ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസുകൾ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്, വേറെ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ദെൻ ഹൈപ്പോ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് സപ്രഷൻ ഓൺ ലോങ് ടേം തെറാപ്പി മേ കോസ് ഡ്യൂ ടു ദ കോർട്ടിക്കോസ്റ്റിറോയിഡ്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്നുള്ള ഹോർമോൺസുകളും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള ഹോർമോൺസുകളൊക്കെ അത് സപ്രസ് ചെയ്യാനൊക്കെ ചാൻസുകളുണ്ട്. ദെൻ ഡിലേഡ് ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. ഡിലേഡ് ഹീലിംഗ്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ മുറിവുണങ്ങുന്ന അതിനേക്കാളും കൂടുതൽ ടൈം എടുത്തിട്ട് മാത്രമേ ഹീലിംഗ് നടക്കുകയുള്ളൂ. ദെൻ പോസ്റ്റീരിയർ സുപ്രാ ക്യാപ്സുലാർ കട്രാക്ട്, തിമിരം എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ ഗ്ലൂക്കോമ. ദെൻ ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ലൈക്ക് ക്ലെഫ്റ്റ് പാലറ്റ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണ് കഴിക്കുന്ന സമയത്ത് കോർട്ടിക്കോസ്റ്റെറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ മുച്ചുറി എന്ന് പറയുന്ന കണ്ടീഷൻ, അതാണ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. ചുണ്ട് മുറിഞ്ഞിരിക്കുന്ന പോലെയുള്ള ഇൻഫൻസുകൾ ബർത്ത് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്.
So these are the adverse drug reaction. Now contraindication, ആർക്കൊക്കെ ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല? പെപ്റ്റിക് അൾസർ ഉള്ള ആൾക്കാർക്ക്, ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, എപ്പിലെപ്സി, വൈറൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ്, tuberculosis and other infection, osteoporosis, herpes simplex, keratitis, psychosis, epilepsy, congestive heart failure and renal failure. The patient who have these condition should avoid corticosteroids. Okay. Now coming to uses of corticosteroid. കുറേ യൂസ് ഉള്ള ഒരു സാധനമാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ട് മെയിൻ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഒന്ന് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഒരു സാധനത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ, കോർട്ടിക്കോസ്റ്റെറോയിഡൽ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ കൊടുക്കാം. ഹോർമോണൽ ഡെഫിഷ്യൻസിക്ക് കൊടുക്കാം. ലൈക്ക് അക്യൂട്ട് അഡ്രീനൽ ഇൻസഫിഷ്യൻസി, അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ആവശ്യത്തിന് അഡ്രീനൽ ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ കൊടുക്കാം. ദെൻ ക്രോണിക് അഡ്രീനൽ ഇൻസഫിഷ്യൻസി ലൈക്ക് അഡിസൺ ഡിസീസസ്, ദെൻ കൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേഷ്യ. So these are the different uses for the replacement therapy. Deficiency ഉണ്ടാകുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. Now second one is pharmacotherapy or non-endocrine diseasesന് വേണ്ടി. ഹോർമോണൽ ഡിസോർഡർ അല്ലാത്ത കുറേ ഡിസീസസിന് വേണ്ടിയിട്ട് ഫാർമക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആർത്രൈറ്റിസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റീസുകളുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമാറ്റിക് ഫീവർ, ഗൗട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിന് ഇൻഫ്ലമേഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ യൂസ് ചെയ്യാം. ദെൻ കൊളാജൽ ഡിസീസ്, കൊളാജൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിവിയർ അലർജിക് റിയാക്ഷൻ, ബോഡിയിൽ ഉണ്ടാകുന്ന അനാഫൈലാക്സിസ്, ആൻജിയോന്യൂററ്റിക് എഡീമ, അർട്ടിക്കേറിയ, സിറം സിക്നസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസുകളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ യൂസ് ചെയ്യാം. ദെൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ലൈക്ക് ഹീമോലിറ്റിക് അനീമിയ, ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റിക് പർപ്യൂറ, ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ നമ്മളെ ബോഡിയിൽ തന്നെയുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നത് കൊണ്ടാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ബ്രോങ്കിയൽ ആസ്മ, ഇൻഹെയിൽഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് തെറാപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇൻഹെയിൽഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് തെറാപ്പിക്ക്, ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അത് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടാണ് നമുക്ക് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നതും ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. നൗ കമ്മിങ് ടു അതർ ഡിസീസസ് ലൈക്ക് ആസ്പിരേഷൻ ന്യൂമോണിയ, പൾമണറി എഡീമ പോലെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. ദെൻ ഇൻഫെക്റ്റീവ് ഡിസീസസ് ലൈക്ക് ട്യൂബർക്കുലോസിസ്, സിവിയർ ലെപ്ര റിയാക്ഷൻ, ഇങ്ങനെയുള്ള ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തും കൊണ്ടുണ്ടാകുന്ന കണ്ടീഷൻസിനെ അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഐ ഡിസീസസ് ലൈക്ക് അലർജിക് കൺജക്റ്റിവൈറ്റിസ്, ഐറൈറ്റിസ്, ഇറിഡോസൈക്ലൈറ്റിസ് ആൻഡ് കെരാറ്റൈറ്റിസ്. ഇപ്പോൾ നിങ്ങളൊക്കെ സിപ്ലോക്സ് എന്ന് പറഞ്ഞ ഐ ഡ്രോപ്സ് യൂസ് ചെയ്തിട്ടുണ്ടാകും. സിപ്രോഫ്ലോക്സാസിനും ഡെക്സാമെത്തസോണും കൂടിയുള്ള കോമ്പിനേഷനുള്ള സിപ്ലോക്സ് ഡി എന്ന് പറയുന്ന അത് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസിലാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുണ്ടാകുന്നതാണ് സിപ്രോഫ്ലോക്സാസിൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ ഡെക്സാമെത്തസോൺ എന്ന് പറയുന്ന സ്റ്റിറോയിഡൽ ഡ്രഗ്. അപ്പോൾ അതൊക്കെ ഐ ഡിസീസിൽ യൂസ് ചെയ്യുന്നതാണ്. സ്കിൻ ഡിസീസ്, സിസ്റ്റമിക് തെറാപ്പി ഈസ് നീഡഡ് ഇൻ പെമിഫിക്കസ് വൾഗാരിസ് ആൻഡ് എക്സ്ഫോളിറ്റേറ്റീവ് ഡെർമറ്റൈറ്റിസ്. ദെൻ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസുകളായിട്ടുള്ള അൾസറേറ്റീവ് കോളൈറ്റിക്, ക്രോൺ ഡിസീസസ്, സീലിയാക് ഡിസീസസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇൻറ്റസ്റ്റൈനൽ കണ്ടീഷൻസിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. Then cerebral edema due to the tumor and cerebral meningitis, malignancy, essential component of combined in chemotherapy. ആൻറ്റി ക്യാൻസർ ഡ്രഗിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാറുണ്ട് പലപ്പോഴും ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സുകൾ, കാരണം ഇൻഫ്ലമേഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് സ്കിൻ അലോഗ്രാഫ്റ്റ്, ബോഡിയിൽ സ്കിൻ, നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന നമ്മളെ മുഖം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ തൈ ഭാഗത്തുനിന്ന് സ്കിന്നെടുത്തിട്ട് അവിടെ പേസ്റ്റ് വെക്കാറുണ്ട്. അങ്ങനെയുള്ള സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അലോഗ്രാഫ്റ്റ്, സ്കിൻ അലോഗ്രാഫ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷന്, അതല്ല ഇനി പുറത്തത്തെ ഒരാളെ ബോഡിയിൽ നിന്നുള്ള ഓർഗന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്തൊക്കെ
ആ ഓർഗൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ ആ ഫോറിൻ ബോഡീനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളെ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സുകൾ ആഡ് ചെയ്യാറുണ്ട്. ദെൻ സെപ്റ്റിക് ഷോക്ക്, ഹൈ ഡോസ് കോർട്ടിക്കോസ്റ്റെറോയിഡൽ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. സെപ്റ്റിക് ഷോക്ക് നമ്മൾ ഷോക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫെക്റ്റീവ് ഓർഗൻസ് വന്നതുകൊണ്ടുണ്ടാവുന്ന ഷോക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ് തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. തൈറോയിഡ് സ്റ്റോം, ഹൈഡ്രോകോർട്ടിസോൺ യൂസ് ചെയ്യാറുണ്ട്. ദെൻ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് ഫംഗ്ഷൻ, ഡെക്സോമെത്തസോൺ ആണ് യൂസ് ചെയ്യാറുള്ളത്. So that is all about the pharmacology of corticosteroids like mineralocorticoids and glucocorticoids.